നമുക്ക് ജീവിക്കണ്ടേ? അറിയോക്കെ വല്ലാതെ പേടിച്ചു പോയി. ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു നിയന്ത്രണവും കിട്ടാത്ത പോലായിരുന്നു. എന്താ അങ്ങനെ നോക്കുന്നത്? ഇത്രയ്ക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ? പറ, ശരിക്കും ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ? തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? പിന്നെ നവീനില്ല. ഞാനൊരാളുടെ സ്നേഹത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരിക്കലും കരുതിയില്ല. അതിനുള്ള സമയം എനിക്ക് കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതുമെല്ലാം ഒരു ഭംഗിയുള്ള കാര്യം അല്ലേ? ഞാൻ സുഖമില്ലാതെ കിടക്കല്ലേ? സുഖമില്ലാതെ കിടക്കുന്നവരെ കൊണ്ട്
അധികം സംസാരിപ്പിക്കാൻ പാടുണ്ടോ? മനസ്സിലായി. അതും പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറാലോ അല്ലേ? എത്ര വലിയ ആക്സിഡന്റ് ഉണ്ടായാലും താൻ തിരിച്ചു വരും. താൻ തിരിച്ചു വന്നേ പറ്റൂ. നമ്മൾ ജീവിച്ചില്ലല്ലോ, നമുക്ക് ജീവിക്കണ്ടേ? I love you. നവീനോടും സുമിത്രയോടും എന്തൊക്കെ കള്ളങ്ങൾ പറയേണ്ടി വന്നു എന്നറിയോ? അവരുടെ കണക്കില് ഗാതമോളല്ലേ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നേ. അവളെ വിട്ട് ഞാൻ ഒരിക്കലും മാറി നിൽക്കില്ല എന്നല്ലേ അവർ വിശ്വസിക്കൂ. ഒരു കാരണവശാലും വരരുതായിരുന്നു. നീ നിർബന്ധിച്ചതുകൊണ്ടാ. മമ്മിക്ക് ഇവിടുന്ന് പോരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അത് അവളെ പിരിയാനുള്ള വിഷമം കൊണ്ടല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് കാതെ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം എല്ലാത്തിന്റെ അറ്റത്ത് കൃഷ്ണയോട് എനിക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടോ എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതിയല്ലോ. ചിലരങ്ങനെയാ, രക്ഷപ്പെടാനുള്ള മാർഗം ആദ്യം ഉണ്ടാക്കി വെക്കും, എന്നിട്ട് എവിടെ എടുത്ത് അതങ്ങ് പ്രയോഗിക്കും. അതെന്തിനാ മമ്മി പോലീസ് ഹോസ്പിറ്റലിൽ വന്നത്? ആരെ കേസ് കൊടുത്തേ? ആ, അത് മോൾക്ക് അറിഞ്ഞൂടെ? ഒരു ആക്സിഡന്റ് കേസ് ഹോസ്പിറ്റലിൽ എത്തിയാ പോലീസിൽ അറിയിക്കണമെന്നാ. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ? ഏത് ഹോസ്പിറ്റലായാലും അറിയിക്കണം. പിന്നെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ അത് അറിയിക്കാറില്ല, അത്രയേ ഉള്ളൂ. എന്തായാലും ശക്തമായ ഒരു അന്വേഷണം വേണമെന്നാ എൻ്റെ ഒരു അഭിപ്രായം. ആരായി ക്രൂരത ചെയ്തതെന്ന് അറിയണമല്ലോ. കൃഷ്ണയെ മനഃപൂർവ്വം വണ്ടിയിടിച്ചാണെന്നുള്ള കാര്യത്തില് അവിടെയുള്ള ആർക്കും ഒരു സംശയം ഇല്ലാന്നാ പറയണേ. അപ്പൊ പിന്നെ ഇടിച്ച വണ്ടിയും അത് ഓടിച്ച ആളെയും പോലീസ് കണ്ടുപിടിക്കും.